ഹലോ. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ടേ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പം ഉണ്ടാക്കാം, വാ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, വറുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ അവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് നന്നായിട്ട് ഭയങ്കരമായിട്ട് മുരിയിക്കണില്ല കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിക്ക് മുരിയിക്കണുള്ളൂ. അല്ലെങ്കിൽ കടിച്ച് മുറിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അധികം മുരിയിച്ചിട്ടില്ല, അത്യാവശ്യം കുറച്ച് മാത്രം മുരിയിച്ചിട്ടുള്ളൂ. നമ്മളിത് തക്കാളിയും വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ സവാളയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ആദ്യം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും വേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വാടി വരട്ടെ. പിന്നെ നന്നായിട്ട് വാട്ടണ സമയത്ത് ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് സവാള വാടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് വാടി വരട്ടെ. സവാളയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ മറ്റേ കാശ്മീരി മുളക് പൊടിയും കൂടി കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിത് മൂപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഈ പൊടികളെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് സവാള വഴറ്റാൻ ഇട്ടേക്കണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനി അവിടെ ഒന്ന് വേവട്ടെ. അപ്പോൾ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബിരിയാണി വയ്ക്കാനുള്ളതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മസും ഒന്ന് വറുത്തെടുക്കാൻ നെയ്യിൽ. അങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവാള ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാള കനം കുറഞ്ഞരിഞ്ഞിട്ട് നമ്മൾ സവാള അതിനകത്തേക്ക് ഇട്ട് വറുത്തെടുക്കണേണ്. അപ്പോൾ അതേ മല്ലിയിലയും സവാള വറുത്ത് കോരിയതും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി ഉള്ളതാണ് കേട്ടോ വെച്ചേക്കണം. അപ്പോൾ ബിരിയാണി അരിയാണ് എടുത്തേക്കണത്. നമ്മുടെ കൈമാരിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഡാൽഡ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഡാൽഡ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മറ്റേ മസാലകൾ ഇട്ട് കൊടുക്കാം. അതായത് ഏലക്കായും ഗ്രാമ്പും ഇതൊക്കെയില്ലേ കറുകപ്പട്ട സാധനങ്ങളൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം അരി എന്തോരമാണ്, 1 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത്. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ ഞാൻ നോക്കിയായിരുന്നു. ഇനി നമുക്ക് അടച്ച് വെച്ച് തിളക്കട്ടെ, അടച്ച് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളവന്നു. ഇതേ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിയൊക്കെ കഴുകി വെച്ചേക്കണേണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്നും കൂടെ. അപ്പോൾ ചോറിലെ വെള്ളമൊക്കെ വറ്റി ചോറ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എസൻസും ചേർത്ത് കൊടുക്കണം. എസൻസ് നമ്മൾ ചെറുതായിട്ട് ഇത്തിരി വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഒഴിക്കണത്, പച്ചവെള്ളത്തിൽ ചേർത്തിട്ടാണ് ഒഴിക്കണത്. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മസും സവാളയൊക്കെ വറുത്ത് വെച്ചത് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ മല്ലിയിലയും പിന്നെ ക്യാരറ്റും ആണ് ഇട്ടേക്കണത്. ഇനി അത് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കൊള്ളിക്കണം. എന്നിട്ട് ആ നെയ്യൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും ബിരിയാണിയും റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.